എല്ലാവർക്കും നമസ്കാരം. ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പുക്കാട്ടുപടിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 3 വീടുകളുടെ വിശേഷങ്ങളാണ്. ഒരു വീട് പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി 2 വീടുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. മറ്റൊരു വീടുകൾ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വിറ്റ് പോയിട്ടുള്ളതുമാണ്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് 3 വീടുകളാണ് ഇതിലുള്ളത്. അതിൽ പൂർണ്ണമായിട്ടും പണി തീർന്ന ഈ വീടാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 10 കിലോമീറ്ററും എടപ്പള്ളിയിൽ നിന്ന് 12 കിലോമീറ്ററും ആലുവയിൽ നിന്ന് 8 കിലോമീറ്ററും കേക്കമ്പലം ടൗണിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമാണ്. കൂടുതൽ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഗേറ്റിലേക്ക് നോക്കാം. വുഡൻ ഡിസൈൻ ഇരിക്കുന്ന ഒരു ഗേറ്റാണ് ഈ നൽകിയിരിക്കുന്നത്. സ്ലൈഡ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും പറ്റിയ വലിയ ഒരു ഗേറ്റ് തന്നെ ഈ വീടിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മതിലിലേക്ക് തന്നെയാണെങ്കിൽ മതിലിൽ അത്യാവശ്യം ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാഡിങ് ടൈലുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റുകൾ വരും. ഇപ്പോൾ നിലവിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളൂ. ഗ്ലാഡിങ് ടൈലുകളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മതിലുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വീട്ടിൽ നിന്ന് നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഇതിൻ്റെ മുറ്റമെല്ലാം കണപ്പ കല്ലുകൾ പാകി മനോഹരമാക്കി വിരിച്ചിരിക്കുന്നു. ഇതിലേക്ക് ഇനി ഗ്രാസ് വരാനുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ്. വലിയ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റിയ അത്ര സ്പേസ് ഉണ്ട്. ഇനോവ പാർക്ക് ചെയ്യാൻ പറ്റിയ അത്ര തന്നെ സ്ഥല സൗകര്യമുണ്ട് ഈ കാർ പോർച്ചിന്. അതുമാത്രമല്ല, നിങ്ങൾക്ക് രണ്ടാമതൊരു വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ നിങ്ങളുടെ രണ്ടാമത്തെ വാഹനം നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കിയാൽ കാണാം, മുറ്റം അത്യാവശ്യം നല്ല വിശാലമായ മുറ്റമാണ്. ഇതിൽ ഗ്രാസ് വരാനുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഒരു ഡിസൈൻ വാൾ കാണാം. ഇവിടെ ഗ്ലാഡിങ് ടൈൽ വരാനുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഗാർഡനും വരാനുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ എതിർവശം ആ വശത്ത് നമുക്ക് നോക്കിയാൽ കാണാം, അവിടെയും ഈ ഗാർഡൻ സ്പേസിനുള്ള സ്ഥലമുണ്ട്. അതും വരുന്നതാണ്. നിർമ്മാണ ഘട്ടത്തിലായതുകൊണ്ടാണ് ഇപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റാത്തത്. 95% വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന വീടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്കൊന്ന് പ്രവേശിക്കാം. ഇതിൻ്റെ സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് പാകിയാണ്. ഇതിൻ്റെ സിറ്റ് ഔട്ട് നല്ല അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കടന്നു വരാം നിങ്ങളുടെ വീടിൻ്റെ ലിവിങ് റൂമിലേക്കാണ് കേട്ടോ. ഇതിൽ നമുക്ക് കാണാൻ പറ്റും, നല്ല അത്യാവശ്യം നല്ല വലിയ ഒരു ലിവിങ് റൂം തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് ഈ വീടിൻ്റെ ഒരു TV യൂണിറ്റാണ്. മാർബിൾ ഡിസൈനും ബ്ലാക്ക് കളറിലെ വ്യൂവേഴ്സും അത്യാവശ്യം സ്റ്റോറേജും നൽകിയിരിക്കുന്ന ഈ ഒരു നല്ല ഒരു TV യൂണിറ്റാണ്. അതുമാത്രമല്ല, ഇതിന് നല്ലൊരു പാർട്ടീഷനും അതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ ലിവിങ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ലിവിങ് റൂമാണ്. നല്ലൊരു കോർണർ സോഫ ഇട്ട് ഒരുപാട് അംഗങ്ങൾക്ക് തന്നെ ഇരിക്കാൻ സാധിക്കുന്ന അത്രത്തോളം വലിയ ലിവിങ് റൂമാണ് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ സീലിങ്ങിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ട്രിപ്പ് വാം കളർ സ്ട്രിപ്പും പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലും വാം കളർ തന്നെയാണ്. അത് ഈ ടൈലിലേക്കൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്റ്റൊക്കെ നമുക്ക് ഈ വൈറ്റ് ടൈലായതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് പറഗോളകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 5ഓളം പറഗോളകൾ നൽകിയിട്ടുണ്ട്. അതിൽ മൾട്ടിവുഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പാനലിങ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ സീലിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം, സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് വാം കളറിൽ. അതിങ്ങനെ താഴത്തോട്ട് അതിൻ്റെ വെളിച്ചം ഇങ്ങനെ വരുന്നത് കാണാൻ ഒരു ഭംഗിയുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ മറുവശത്ത് ഗ്ലാസ് കൊണ്ടൊരു പാർട്ടീഷനും കൂടി വരും. ഈ ഭാഗത്തായിട്ട് ഒരു 3 പാളി ജനലുകൾ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളും ലിവിങ് റൂമും സെപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട TV യൂണിറ്റിനോട് ചേർന്ന് തന്നെ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു നല്ലൊരു പാർട്ടീഷനാണ്. അതിൽ സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയ ഫ്ലവേഴ്സ് വേസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇനി നമുക്ക് കടന്നു വരാം ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്ക്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് റൂം. ഇത് അത്യാവശ്യം നല്ലൊരു വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന സ്പേസ് ഉള്ള സ്ഥലമാണ്. ലിവിങ് റൂമിൽ തന്നെയായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ വാഷ് ഏരിയ വരുന്നത്. അതും മൾട്ടിവുഡ് വെച്ച് ഒരു ഡിസൈൻ ചെയ്ത് പാർട്ടീഷനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ടേബിൾ ടോപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ ഗ്ലാസ് വരും കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഈ ലിവിങ് റൂമിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടി അട്രാക്റ്റീവ് ആയിട്ടൊരു ഭാഗമുണ്ട് ഇതിൻ്റെ മറുവശം. ഇതിൻ്റെ മറുവശത്ത് വലിയ രീതിയിൽ ഒരു വാൾപേപ്പർ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വാൾപേപ്പർ. അത് മാത്രമല്ല, ഇതിനോട് ചുറ്റും സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് വാം കളറിൽ. ആ ലൈറ്റ് ഈ വാൾപേപ്പറിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ താഴെ ചെറിയ രീതിയിൽ ബബിൾസ് ഗ്രാസൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലൊരു സ്റ്റോറേജ് ഉണ്ട്. ഇതിൻ്റെ സീലിങ്ങിലേക്കാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജിപ്സം. അതായത് നല്ലൊരു ഒതുക്കമുള്ളൊരു ഡിസൈനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലാണ്. ഈ വീട് മൊത്തം 4 ബെഡ്റൂമിലാണ് വന്നത്. 2 താഴെയും 2 മുകളിലത്തെ നിലയിലും. ആദ്യം നമ്മൾ ഇതിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഈ ഡൈനിങ് റൂമിനോട് ചേർന്നുള്ള ഈ വാതിൽ വഴിയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. നമുക്ക് നോക്കി കാണാം, അത്യാവശ്യം
വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു വാൾഡ്രോബാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം 4ഓളം പാളികളുള്ള വലിയൊരു വാൾഡ്രോബും അതിന് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ബാത്റൂം വരുന്നത്. ഫിറ്റിൻസ് എല്ലാം സെറ എന്ന ബ്രാൻഡിൻ്റെ ഫിറ്റിൻസ് ആണ് ഈ ബിൽഡർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വാൾപേപ്പർ ചെയ്ത ഈ ഭിത്തിയോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത്. ഇത് നമുക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല വലിയൊരു റൂം തന്നെയാണ് ഇതും. ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാം വലിയൊരു വാൾഡ്രോബ്, അതായത് ഒരു ഭിത്തിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഉള്ള രീതിയിൽ വലിയൊരു വാൾഡ്രോബാണ് നൽകിയിരിക്കുന്നത്. അതിൽ അത്യാവശ്യം ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇരിക്കാനായിട്ട് ചെറിയ രീതിയിലുള്ളൊരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ പുതുമയുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. അതിൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക, നമ്മൾ ഈ ഫാനൊക്കെ വെക്കുമ്പോൾ അതിനായിട്ട് ചേരുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് സീലിങ്ങിൽ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്കതൊന്ന് കാണാം. നേരത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ സെറയുടെ ഫിറ്റിൻസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചണാണ്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെ ലൈറ്റുകളുടെ പോയിൻ്റ് ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റിൻ്റെ പോയിൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും ഉണ്ട്. ഇവിടെ എല്ലാം ചെറിയ രീതിയിലുള്ളൊരു ഗ്ലൂവേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ വരുന്നത്. കിച്ചണെല്ലാം മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിലൊക്കെ ഹാൻഡിൽ വരാനുണ്ട് കേട്ടോ. ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലായതുകൊണ്ട് ഹാൻഡിൽ വെച്ചിട്ടില്ല. ഉടനെ തന്നെ പണി പൂർത്തിയാവുന്നതാണ് ഈ വീടിന്. ഗ്രാനൈറ്റിലാണ് കിച്ചൻ്റെ ടോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിൻസ് തന്നെയാണ് കിച്ചൺ സിങ്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്കുന്ന ഡോറ്. ഇതിൻ്റെ പുറകിൽ നമുക്ക് അത്യാവശ്യം ഒരു വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്ന സ്പേസ് ലഭിക്കുന്നതാണ് നമുക്ക്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഡൈനിങ് ഹാളിൽ തന്നെയാണല്ലോ ഇതിൻ്റെ സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ നമുക്ക് കാണാം നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. GA പൈപ്പിലും വുഡിലുമാണ് ഇതിൻ്റെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ കൊടുത്തിരിക്കുന്നത് വെട്രിഫൈഡ് വുഡൻ ഫിനിഷുള്ള മാറ്റ് ടൈലുകളാണ് ഇതിന് സ്റ്റെയറിനെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്ന് മുകളിൽ പോകാം. മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ ഒരു പാസേജാണ്. പക്ഷേ ഈ പാസേജിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഒരു 1.5 മീറ്ററൊക്കെയാണ് പാസേജ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കാണാം അത്യാവശ്യം ഒരു ഹാളിൻ്റെ വലിപ്പമുള്ള ഒരു പാസേജാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് വെച്ചാൽ ഈ ഹാങ്ങിങ് ലൈറ്റിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് ഈ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. നല്ല റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പാസേജിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയയിലാണ്. അവിടെയായിട്ട് ഇതാ നല്ല ഒതുങ്ങിയ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് താഴത്തെ ലിവിങ് റൂമിൽ എങ്ങനെ കോർണർ സോഫ ഇടാൻ പറ്റും അത്രത്തോളം തന്നെ കോർണർ സോഫ ഇടാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെയുണ്ട്. നമുക്ക് TV യൂണിറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ മൾട്ടിവുഡ് വെച്ച് ചെയ്തിരിക്കുന്ന TV യൂണിറ്റാണ്. ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളായിട്ട് കബോർഡുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെ ആയിട്ടാണ് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം ഇരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസിലാണ് ഈ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബെഡ് ഇടാൻ പറ്റും, നല്ല വലിയൊരു ബെഡ് ഇടാൻ പറ്റുന്ന അത്രത്തോളം സ്പേസ് തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബെഡ്റൂം ആയിരിക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇവിടെ ആയിട്ട് കാണാം നല്ലൊരു വാൾഡ്രോബ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വലിയൊരു വാൾഡ്രോബാണ് വന്നിരിക്കുന്നത്. അതിൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെറയുടെ ഫിറ്റിൻസ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൽ നല്ല ഒതുക്കമുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. 4ാമത്തെ ബെഡ്റൂം നമുക്ക് കാണാം. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം കാണുന്നത്. ഇതും അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ്. താഴത്ത് നമ്മൾ 2ാമത്തെ ബെഡ്റൂമിൽ കണ്ട അതേ സീലിങ്ങിൽ അതിന് സാമ്യമായ ഡിസൈൻ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ സൈഡിലായിട്ട് നല്ല വലിയൊരു വാൾഡ്രോബ് വന്നിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു മിറർ ഏരിയ വന്നിട്ടുണ്ട്. ഡ്രസ്സിങ് യൂണിറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഈ മുറിയുടെ ബാത്റൂം വരുന്നത്.
ഇനി പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയാണ്. നമ്മൾ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ ഡോർ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. നമ്മൾ നോക്കിയാൽ കാണാം കവേർഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസും ഉണ്ട്, ബാക്കി ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു വലിയൊരു ഭാഗവും ഉണ്ട്. അത്യാവശ്യം വളരെ വലിയൊരു ബാൽക്കണി തന്നെയുണ്ടോ. ഞാനിവിടെ നിൽക്കുമ്പോൾ അറിയാം ഇവിടെയൊക്കെ SS കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ ഗ്ലാസ് വരാനുണ്ട്, ഉടനെ തന്നെ ഗ്ലാസ്സൊക്കെ വരും ഇതിന്. ഇവിടെ ആയിട്ട് നമുക്ക് നോക്കിയാൽ കാണാം മാറ്റ് ടൈലാണ് കൊടുത്തേക്കുന്നത്. 2x4 മാറ്റ് ടൈലാണ്, അതായത് തെന്നാത്ത ഗ്രിപ്പുള്ള ടൈലുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ വീടുകൾക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് യൂട്ടിലിറ്റി ഏരിയ. അതായത് നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് തന്നെ വളരെ ഒതുക്കി തന്നെ എന്താ നോക്കുക, നമ്മൾ പുറമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ ഡോറ് പോലെ തന്നെ തോന്നും. അതൊരു യൂട്ടിലിറ്റി ഏരിയ ആണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. നമ്മൾ ഇവിടെ നിന്ന് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് ലൈറ്റ് ഇവിടെ ഇല്ല, ലൈറ്റ് ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതായിട്ടാണ് നമ്മുടെ ഷീറ്റ് ഇട്ടേക്കുന്ന യൂട്ടിലിറ്റി ഏരിയ. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പ്ലഗും ടാപ്പും അതിൻ്റെ വെള്ളം പോകാനുള്ള പൈപ്പും ഇതൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ടെറസിലേക്ക് പോണ സ്റ്റെയറാണ്, GA പൈപ്പ് വെച്ച് നിർമ്മിച്ച സ്റ്റെയറാണ്. അതിന് നമുക്ക് റൂഫ് സ്ലൈഡ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വീടെല്ലാവരും കണ്ടല്ലോ. ഇനി വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ 4.400 ലിൻസ് സ്ഥലത്തിലാണ് ഈ 4 ബെഡ്റൂമുള്ള വലിയൊരു വീട്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടും കൂടിയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വിലയിലേക്ക് വരുവാണെങ്കിൽ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 76 ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് കേട്ടോ. വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം, വീട് കാണുവാനും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അത് മാത്രമല്ല വീടിന് നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ലോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ലോൺ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വീടോ മറ്റോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ മടിക്കാതെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. ഇതേപോലെ ഇനി നല്ലൊരു വീട് പരിചയപ്പെടുത്തുവാൻ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്ക് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.